പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് മറവിയെ പറ്റിയാണ്. നമ്മുടെ ജീവിതത്തിൽ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നല്ല സംഭവങ്ങളും മോശം സംഭവങ്ങളും എന്ന് നമ്മൾ വിചാരിക്കുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പലതും നമ്മൾ മറക്കാനായിട്ട് ആഗ്രഹിക്കുന്നതാണ്, പലതും ഓർത്ത് വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നതാണ്. എന്നാൽ ചില സംഭവങ്ങൾ നമ്മൾ ഓർമ്മയിൽ വെക്കാൻ ആഗ്രഹിക്കുകയും പക്ഷേ കാലക്രമേണ അത് നമ്മുടെ മനസ്സിൽ നിന്ന് പോവുകയും അത് കാരണം കൊണ്ട് നമുക്ക് പല ദോഷങ്ങളും ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം, മറവിയുടെ പല വേർഷൻസ് നമുക്കറിയാം അല്ലേ. ആദ്യം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പാഠപുസ്തകം മറന്നു വയ്ക്കുന്നു, ഹോംവർക്ക് ചെയ്യാതെ മറന്നു പോകുന്നു, പഠിച്ച കാര്യങ്ങൾ പരീക്ഷയിൽ എഴുതാൻ കഴിയാതെ നമ്മൾ മറന്നു പോകുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തിക്തഫലങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ മറന്നുപോയതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം അത് ദോഷകരമായി സംഭവിച്ചിട്ടുണ്ടല്ലേ. പലപ്പോഴും പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നീ വന്ന വഴി മറന്നുപോയി, അല്ലെങ്കിൽ നീ പല കാര്യങ്ങളും ഓർത്തില്ല, അല്ലെങ്കിൽ അങ്ങനെ നിരവധി ചോദ്യങ്ങൾ എപ്പോഴും നമ്മുടെ നേർക്ക് പലരും ചോദിച്ചിട്ടുണ്ട്. എല്ലാം ഈ മറവിയെ പറ്റിയായിരുന്നു അല്ലേ. പക്ഷെ പലതും നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ നമ്മൾ മനഃപൂർവ്വം പലതും മറന്നിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടോ അത് നമ്മുടെ ഓർമ്മയിൽ നിന്ന് പോയി, നമ്മുടെ അനുഭവം നമ്മുടെ മനസ്സിൽ നിന്ന് പോയി. പിന്നെ ആ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലല്ലാതെ നമ്മൾ പ്രവർത്തിച്ചു പോയി. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും പറയാനുണ്ട് അല്ലേ. ഈ മറവി കാരണം കൊണ്ട് നമ്മുടെ ജീവിതം വഴിമുട്ടിപ്പോയ അവസ്ഥകൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് പലരുടെയും ജീവിതം ഒരു സ്ഥലത്തും എത്താതെ, അല്ലെങ്കിൽ ഒരിടത്തും എത്താതെ, അല്ലെങ്കിൽ വേണ്ടത്ര രീതിയിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാതെ നിൽക്കുന്നതിൻ്റെയൊക്കെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഒരു മറവിയാണ്. നിങ്ങളതിനെ യോജിക്കുന്നുണ്ടോ? നമ്മൾ ബൈബിളിൻ്റെ വെളിച്ചത്തിൽ ഇങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, ഇസ്രായേൽ ജനം എന്ന് പറയുന്ന ജനത്തെ ഈജിപ്ത് എന്നുള്ള രാജ്യത്തിൽ നിന്നും ദൈവം പുറത്തേക്ക് കൊണ്ടുവരുന്ന വഴികളെ നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ട് ബൈബിളിൽ. ദൈവം ആ ഈജിപ്തിലെ ജനത്തോട്, ആ ഫറവയോട്, അവരുടെ രാജ്യത്തോട് പല പീഡനങ്ങളും അഴിച്ചുവിട്ടതിന് ശേഷം ആ രാജ്യം ഈ ഇസ്രായേൽ ജനത്തെ അവിടെ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് അവർ തയ്യാറാകുന്നു. അപ്പോൾ ഈ ഇസ്രായേൽ ജനം ഇതൊക്കെ കണ്ടിട്ടുണ്ട്. നിരവധി സംഭവങ്ങൾ അവിടെ അരങ്ങേറുന്നുണ്ട്. ആ സംഭവങ്ങളെല്ലാം ഇസ്രായേൽ ജനം നേരിട്ട് കണ്ണുകൊണ്ട് കണ്ടതാണ്. പക്ഷേ പലപ്പോഴും അതിനുശേഷം പിന്നീടുള്ള മരുഭൂമി യാത്രയിൽ പലപ്പോഴും ഈ ജനം ഇതൊക്കെ മറന്നു പോകുന്നുണ്ട്. തങ്ങളെ ദൈവം ഇങ്ങനെയൊക്കെ ഇവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരുന്നു. അവരുടെ മുന്നിൽ ചെങ്കടൽ രണ്ടായിട്ട് പിളർത്തി അതിൽ കൂടെ നടത്തിക്കൊണ്ടു പോകുന്നു. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഇവർ അനുഭവിച്ച ആൾക്കാരാണ്. ഇതൊക്കെ കാണുകയും അനുഭവിച്ച ആൾക്കാരും ചെയ്ത ആൾക്കാരാണ്. അവർ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ഇതൊക്കെ അവരുടെ മനസ്സിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നൊക്കെ മാറിപ്പോവുകയാണ്. പ്രത്യേകമായിട്ട് നമുക്കറിയാം, മോശ സീനായി ഉടമ്പടി സ്ഥാപിച്ചതിന് ശേഷം ഇറങ്ങി വരുന്ന സമയത്ത്, മോശ വരാൻ വൈകുന്ന സമയത്ത് ഈ ജനം എല്ലാവരും കൂടി അഹ്റോനോട് പറയുകയാണ്, തങ്ങൾക്ക് ആരാധിക്കാൻ ഒരു ദൈവത്തെ ഉണ്ടാക്കി തരാൻ പറയുകയാണ്. അപ്പോൾ ഇത്രയും നാൾ അവരുടെ കൂടെ നടന്ന ദൈവം അവരെ ഈ കഷ്ടപ്പാടിൽ നിന്നും അവരെ രക്ഷിച്ചു കൊണ്ട് വഴി നടത്തി പല വലിയ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് അവരുടെ കൂടെ ആയിരുന്ന ദൈവത്തെ ഒരു ദിവസം അവർ മറന്നു പോവുകയാണ്. തങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദൈവത്തെ ഉണ്ടാക്കി തരാം, ഞങ്ങൾ ആ ദൈവത്തെ ആരാധിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കെല്ലാവർക്കും അത്ഭുതമായിട്ട് തോന്നും. കാരണം നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ ഈ തുടക്കം മുതൽ അവസാനം വരെ ചിലപ്പോൾ നമ്മൾ ഈ സംഭവം വായിച്ചു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഈ ജനം ഇത്ര പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മറന്നു പോകുന്നത്, ഈ ജനത്തിനൊരു നന്ദിയില്ലല്ലോ ദൈവത്തിൻ്റെ അടുത്തെന്ന് പറയായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെപ്പറ്റി നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ നമ്മളും ഇത് തന്നെയല്ലേ പ്രവർത്തിക്കുന്നത് അല്ലേ. നമ്മൾ എത്ര കാര്യങ്ങൾ ഇപ്പോൾ ഓർത്ത് വെച്ചിട്ടുണ്ട്. ദൈവം നമ്മളെ വഴി നടത്തിയ വഴികളെ പറ്റി നമ്മൾ ആരെങ്കിലും ഇപ്പോഴും എല്ലാ കാര്യങ്ങളും ഓർമ്മയിൽ സൂക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ സൂക്ഷിക്കുന്നവരുണ്ടെങ്കിൽ അവരെപ്പോഴും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കും. അവർക്ക് ദൈവത്തോട് വിശ്വാസം എപ്പോഴും ഉണ്ടായിരിക്കും. അവരുടെ ജീവിതത്തിൽ അവർ കാലിടറുകയില്ല. അവരുടെ പരിപൂർണമായ ആശ്രയം ദൈവം മാത്രമായിരിക്കും. പലപ്പോഴും ഇന്ന് പല ആളുകളും ഒരു സമയമെത്തുമ്പോൾ എങ്ങോട്ടോ പോകേണ്ടതെന്നറിയില്ല, ആരോടാണ് ചോദിക്കേണ്ടതെന്നറിയില്ല, ആരാണ് എന്നെ സഹായിക്കാനുണ്ടെന്നറിയില്ല,
അല്ലെങ്കിൽ ജീവിതത്തിൽ വഴിമുട്ടി പല തകർച്ചകളുടെയും നടുവിൽ പെട്ടുപോകുന്നു. തിരിച്ച് കരകയറാൻ കഴിയാത്ത വിധത്തിൽ അവർ അകപ്പെട്ടു പോകുന്ന പല സന്ദർഭങ്ങളുണ്ടാവാറുണ്ട്. പക്ഷേ അവരവരുടെ ജീവിതത്തിൽ ദൈവം അവരെ വഴി നടത്തിയ വഴികളെ പറ്റിയൊന്നും അവർക്ക് ബോധ്യമുണ്ടാകാറില്ല. അപ്പോൾ പലപ്പോഴും അന്ന് ഇസ്രായേൽ ജനം ചെയ്ത പോലെ തന്നെ ഓരോ കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന രീതിയിലല്ല ഇപ്പോഴും നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. അതായത് നമ്മുടെ ജീവിതത്തിൽ ദൈവമാണോ നമുക്കെല്ലാം നൽകുന്നത്, അതോ സമ്പത്താണോ, സ്ഥാനമാനങ്ങളാണോ, അല്ലെങ്കിൽ നശ്വരമായ പല കാര്യങ്ങളാണോ നമ്മളെ വഴി നടത്തുന്നത് എന്നതിനെ പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാം. അല്ലേ? നമ്മുടെ കയ്യിൽ പൈസയുണ്ട്. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ള കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ഒരു കാളക്കുട്ടിയെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതിനെ നമുക്കൊന്ന് വിലയിരുത്താം. നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ കാളക്കുട്ടിയെ നിർമ്മിച്ചിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ? ഞാനീ പറയാൻ പോകുന്ന ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പൈസയിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടോ? പൈസ ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് പല കാര്യങ്ങളും ചെയ്ത് കിട്ടും, അല്ലെങ്കിൽ എൻ്റെ ജീവിതം സെക്യൂറായി. സാമ്പത്തിക ഭദ്രതയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഭദ്രത. സമ്പത്തുണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിലുണ്ടോ? എങ്കിൽ നിങ്ങൾ കാളക്കുട്ടിയെ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ രണ്ടാമത്, നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്കുള്ളിടത്തോളം കാലം എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് പ്രത്യേകിച്ച് രോഗങ്ങളൊന്നുമില്ല, എനിക്കതുകൊണ്ട് ഇത്രയും നാൾ വരെ ജീവിക്കാൻ കഴിയും, എൻ്റെ ആരോഗ്യം കൊണ്ട് എനിക്ക് അധ്വാനിക്കാൻ കഴിയും, എൻ്റെ കഴിവുകൾ കൊണ്ട് എനിക്ക് അധ്വാനിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതാണോ നിങ്ങളുടെ കോൺഫിഡൻസ്? എന്നുണ്ടെങ്കിൽ നിങ്ങളും ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ, നിങ്ങൾ ചിലപ്പോൾ വലിയൊരു സംഗീതജ്ഞനാവാം, അല്ലെങ്കിൽ ഒരു ആർട്സ് പരമായിട്ടുള്ള കഴിവുകളുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ സ്പോർട്സിൽ കഴിവുകളുള്ളവരായിരിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ നിങ്ങളുടെ കഴിവ് കൊണ്ട് നിങ്ങൾ വലിയ പ്രശസ്തനായിരുന്നിട്ട് ആ പ്രശസ്തി നിങ്ങളെ മൂടിക്കൊണ്ട് എനിക്ക് ഈ പ്രശസ്തി മതി എൻ്റെ ജീവിതം മുഴുവൻ, ഇനി എനിക്ക് മുന്നോട്ട് പോവാൻ, എനിക്ക് പ്രത്യേകിച്ച് വേറൊന്നിൻ്റെ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ നിങ്ങളും ഈ കാളക്കുട്ടിയെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അല്ലേ? എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ദൈവം എന്നുള്ള ഒരു എൻറ്റൈറ്റിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ദൈവമാണ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലേ? നമ്മുടെ ആരോഗ്യം, ഞാൻ മുമ്പും ഇതിനെ പറ്റിയൊക്കെ പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. അല്ലേ? നമ്മുടെ ആരോഗ്യം എങ്ങനെ നമുക്കുണ്ടാകുന്നു? നമ്മുടെ ശരീരം നമ്മൾ നിർമ്മിച്ചെടുത്തതാണോ? നമ്മൾ വിചാരിക്കും ഈ ശരീരത്തിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഞാൻ വേണ്ടത്ര പ്രോട്ടീൻസ് അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം പറയുന്ന മരുന്നുകൾ ഇതൊക്കെ ഞാൻ സ്വീകരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ആരോഗ്യം കിട്ടുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ഉള്ളിലിരുന്നു കൊണ്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഈ ശരീരത്തിൻ്റെ ഘടനകളൊക്കെ നിർണ്ണയിക്കുന്നത് ആരായിരുന്നു? ഞാനാണോ എൻ്റെ ശരീരത്തെ ഡിസൈൻ ചെയ്തത്? നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുകയാണല്ലേ. നമ്മുടെ ശരീരത്തെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും നമ്മൾ നമ്മുടെ ശരീരത്തെ നിർമ്മിച്ചെടുക്കുന്നില്ല. ശരീരം തന്നെ രൂപപ്പെട്ടു വരികയാണല്ലേ. വളരെ ചെറിയൊരു സിംഗിൾ കോശത്തിൽ നിന്ന് ഇപ്പോൾ ഇത്രയും വലിയൊരു രൂപമായിട്ട് നമ്മൾ മാറുമ്പോൾ ഇത് ഉണ്ടായി വന്നതാണ്. ഉണ്ടായി വന്നതിന് പല കാര്യങ്ങളും ഈ ശരീരം സ്വീകരിച്ചു അല്ലേ. ഭക്ഷണം, വെള്ളം, വായു ഇതൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഇത് ഉണ്ടായി വന്നു. നമ്മൾ ചെയ്യുന്ന നമ്മുടെ ധർമ്മം എന്തായിരുന്നു? നമുക്ക് ഇതിന് വേണ്ടത്ര ഭക്ഷണം കൊടുക്കുക, ഇതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കുക എന്നുള്ളത് അല്ലേ. നിങ്ങളൊരു ചെടിയെ നമ്മൾ വീട്ടിൽ നട്ടു വളർത്തുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഞാൻ വളർത്തിയ ചെടിയാണെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ അറിയാം നമ്മൾ എത്രമാത്രം അതിന് എഫേർട്ട് എടുത്തു. നമ്മൾ വെള്ളമൊഴിച്ചു, സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വെച്ചു, അതിന് വേണ്ട വളമിട്ടു. ഇത്രയെല്ലാം നമ്മൾ ചെയ്യുന്നുള്ളൂ.
ബാക്കി ചെടി തന്നെയാണ് വളർന്നു വരുന്നത് അല്ലേ. അപ്പോൾ നമ്മളെ പറ്റി ചിന്തിക്കുന്നില്ല അല്ലേ. എൻ്റെ ശരീരം ഞാൻ ഉണ്ടാക്കിയതല്ല, ഇതെനിക്ക് ദാനമായി ലഭിക്കുന്നതാണ് അല്ലേ. അതുപോലെ തന്നെയാണ് സമ്പത്തും അല്ലേ. നമ്മുടെ കഴിവ്, നമുക്ക് സമ്പത്ത് ഉണ്ടാകുന്നത്, നമുക്ക് എങ്ങനെയാണ് സമ്പത്ത് ഉണ്ടാകുക? സമ്പത്ത് ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ കുഴിച്ചെടുക്കുന്നതല്ല അല്ലേ. നമ്മുടെ ശരീരം കൊണ്ടും നമ്മുടെ ആരോഗ്യം കൊണ്ടും നമ്മൾ ചിലപ്പോൾ ജോലി ചെയ്തുകൊണ്ട് നമ്മൾക്ക് കിട്ടുന്ന പൈസയാണ് നമ്മുടെ സമ്പത്ത്. അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ സമ്പത്ത്. അപ്പോൾ അതിൻ്റെയൊക്കെ പിറകിൽ ദൈവം നൽകുന്ന ആരോഗ്യം എവിടെയുണ്ട്, ദൈവം നൽകുന്ന സമയം, ദൈവം നൽകുന്ന കഴിവുകളും ഒക്കെ അതിൻ്റെ പിറകിലുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ എല്ലാത്തിൻ്റെയും ഉടമസ്ഥാവകാശം ദൈവത്തിനാണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് ഇങ്ങനെ പറയാനായിട്ട് പാടില്ല, ഈ സമ്പത്ത് എനിക്കുണ്ട് അതുകൊണ്ട് എൻ്റെ ജീവിതം നല്ല രീതിയിലാവും, അല്ലെങ്കിൽ സമ്പത്ത് അങ്ങനെ പറയുന്ന കാര്യം, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം, ഇതൊക്കെ നമ്മൾ ആരും പറയാറില്ല ആരോടും. പക്ഷെ നമ്മുടെ അന്തർലീനമായിട്ട് നമ്മുടെ ഉള്ളിലുണ്ട്. ഇന്ന് ഏറ്റവും വലിയ ആത്മീയതയായിട്ട് നടക്കുന്ന പലരും, പ്രാർത്ഥനക്കാരെന്ന് പറയുന്ന പലരും, പള്ളിയിലൊക്കെ ദൈവവിശ്വാസികളാകുന്ന പലരും സാധാരണക്കാരായ വ്യക്തികളുടെ ഉള്ളിൽ അവരറിയാതെ ഉള്ളിൽ കിടക്കുന്ന ഒരു വലിയൊരു ബോധ്യമാണ് സമ്പത്ത് ആണ് എന്നെ നയിക്കുന്നതെന്ന്. ഇന്ന് പലരും പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ കടബാധ്യതകൾ മാറണേ, എനിക്ക് സമ്പത്ത് നൽകണമേ, അല്ലെങ്കിൽ ഒരു ജോലി നൽകി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് സമ്പത്ത് കിട്ടും, അല്ലെങ്കിൽ എനിക്ക് ആരോഗ്യം വേണം. അപ്പോൾ ഈ കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം എന്തുകൊണ്ടാണ് ആദ്യം മുതലേ ഈ മരുഭൂമിയിലുള്ള യാത്രയിൽ നമ്മൾ കണ്ടാലറിയാം, ഈ ജനത്തെപ്പറ്റി ദൈവത്തിന് വലിയൊരു വിരോധം ഉണ്ടാവാനായിട്ട് കാരണം എന്ന് വെച്ചാൽ ഇവരാശ്രയിക്കുന്നത് ഭക്ഷണത്തെയും, ഇവരാശ്രയിക്കുന്നത് തങ്ങൾക്ക് ഭക്ഷണം കിട്ടിയാലാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുള്ളൂ, ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ ഉണ്ടായാൽ മാത്രമാണ് ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റുള്ളൂ, ഞങ്ങൾക്ക് മുന്നിൽ വഴിയുണ്ടായാൽ മാത്രമാണ് ഞങ്ങൾക്ക് നടക്കാൻ കഴിയുള്ളൂ എന്നുള്ള രീതിയിലാണ് അവരുടെ ചിന്ത പോകുന്നത്. നമ്മൾ ഓരോരുത്തരും ചിന്ത അങ്ങനെ തന്നെയല്ലേ. എനിക്ക് പൈസ ഉണ്ടായാൽ മാത്രമാണ് എനിക്ക് ഫീസ് കൊടുക്കാൻ കഴിയുന്നത്, എനിക്ക് പൈസ ഉണ്ടായാൽ മാത്രമാണ് എനിക്ക് ഭക്ഷണം മേടിക്കാൻ പറ്റുന്നത്, എനിക്ക് ആരോഗ്യം ഉണ്ടായാൽ മാത്രമാണ് എനിക്ക് ജീവിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. പക്ഷെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നില്ല. ഈ ഒരു ചിന്തയുടെ വേറൊരു വെർഷനാണ്, ദൈവമാണ് എനിക്കിതെല്ലാം തരുന്നത്, എനിക്ക് ദൈവം ഉണ്ടായാൽ മാത്രം മതി, ദൈവം എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി, ദൈവം എനിക്ക് വേണ്ട സമയത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരും, വേണ്ട സമയത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരും. എനിക്ക് ഇപ്പോൾ എൻ്റെ കയ്യിൽ ബാങ്ക് ബാലൻസ് ഇല്ലെങ്കിലും, എൻ്റെ കയ്യിൽ ആരോഗ്യമില്ലെങ്കിലും ദൈവം എനിക്ക് വേണ്ടതെന്നെല്ലാം വേണ്ട സമയത്ത് കൊണ്ടുതരും, വേണ്ട സമയത്ത് എനിക്ക് ഓരോ കാര്യങ്ങൾ എനിക്ക് നിറവേറ്റിത്തരും, അല്ലെങ്കിൽ എന്നെ സഹായിക്കും, ഇന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് എന്നെ സഹായിക്കും, ഇന്ന സ്ഥലങ്ങളിൽ പോകാനായിട്ട് എന്നെ സഹായിക്കും, ഇന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് എനിക്ക് എന്നെ സഹായിക്കും എന്നുള്ള ദൈവത്തിൽ അടിയുറച്ചുള്ളൊരു വലിയൊരു വിശ്വാസവും ആ ഒരു വിശ്വാസത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നവരെയാണ് ദൈവത്തിന് ഇഷ്ടമുള്ളവരും ദൈവത്തിന് പ്രിയമുള്ളവരും. അവരാണ് ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കുന്നവരും ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരും എന്ന് കരുതിക്കൊണ്ട് നമ്മളാരും ജോലി ചെയ്യരുത്, അല്ലെങ്കിൽ ദൈവവിശ്വാസമുണ്ട് അതുകൊണ്ട് ഞാനിനി ജോലി ചെയ്യുന്നില്ല ദൈവം എല്ലാം തരുമെന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളുടെയും പിറകിൽ ദൈവം ഉണ്ടായിരിക്കണം അല്ലേ. ജോലി ചെയ്യാൻ ഇന്ന് ഏത് ജോലി തിരഞ്ഞെടുക്കണം എന്നുള്ളതും ദൈവമായിട്ട് ചിന്തിക്കണം, ചോദിക്കണം. ദൈവം പറയുന്ന ജോലി തിരഞ്ഞെടുക്കണം. ഇനി ജോലി ചെയ്യണ്ടെങ്കിൽ ജോലി ചെയ്യണ്ട, പക്ഷെ ദൈവം പറയുന്ന രീതിയിൽ നമ്മൾ ജീവിക്കണം. അപ്പോൾ ദൈവവുമായിട്ടുള്ളൊരു ബന്ധമാണ് ഏറ്റവും ആദ്യം മനുഷ്യന് വേണ്ടത്. ദൈവവിശ്വാസത്തിൻ്റെയും ആത്മീയതയുടെയും പ്രധാന ഘടകം. ഞാൻ എല്ലാ ആത്മീയതയെ പറ്റിയും പറയുന്നില്ല, കാരണം പല മതങ്ങളിലും പല രീതിയിലാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ ക്രൈസ്തവ വിശ്വാസം, ക്രിസ്തു പഠിപ്പിക്കുന്നത് ഈ ബന്ധമുണ്ടാക്കാനാണ് ആദ്യം. സെക്കൻഡറി ആണ് ബാക്കിയുള്ള കാര്യങ്ങൾ അല്ലേ. ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ, ഞാൻ എൻ്റെ ദൈവവുമായിട്ട് ബന്ധത്തിലാണോ? ഈ ബന്ധം നമ്മൾ റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ലഭിക്കും അല്ലേ. ദൈവവും ഞാനും എൻ്റെ അപ്പനുമായിട്ട് വഴക്ക് പിടിച്ചുകൊണ്ട് മാറി നിൽക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ അപ്പനിൽ നിന്നുള്ള സ്വത്തുകളോ അല്ലെങ്കിൽ എൻ്റെ അപ്പൻ്റെ സ്നേഹമോ എനിക്ക് ലഭിക്കുമോ? അപ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ, എൻ്റെ അപ്പൻ അവിടെയുണ്ട്, എൻ്റെ അപ്പൻ്റെ വീടുണ്ട്, എൻ്റെ അപ്പന് വലിയ സമ്പത്തുള്ളവനാണ് എൻ്റെ അപ്പൻ. അപ്പോൾ ഞാൻ എൻ്റെ അപ്പനുമായിട്ട് എൻ്റെ അപ്പനെ ഞാൻ അപ്പാന്ന് വിളിക്കുന്നില്ല,
എൻ്റെ അപ്പനുമായിട്ടൊരു ബന്ധമില്ല. എൻ്റെ അപ്പനെ ഞാൻ സ്നേഹത്തോടുകൂടി വാക്കുകൾ ഉപയോഗിക്കുന്നില്ല. എൻ്റെ അപ്പനുമായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. ഞാൻ അപ്പൻ്റെ കൂടെ നടക്കുന്നില്ല. പക്ഷെ ഞാൻ എല്ലാ ദിവസവും എനിക്ക് ആവശ്യങ്ങൾ വരുമ്പോഴും ഞാൻ അപ്പൻ്റെ വീടിൻ്റെ പടിക്കൽ ചെന്നുകൊണ്ട് കൈ നീട്ടും. എന്നിട്ട് വിളിക്കുന്നത് അപ്പാന്ന് പോലും വിളിക്കുന്നില്ല, അല്ലേ? ഇപ്പോൾ നമ്മുടെ അപ്പൻ്റെ പേര് അന്തോണി എന്നാണെങ്കിൽ, അന്തോണി എനിക്ക് കുറച്ച് പൈസ തരൂ, അന്തോണി എനിക്ക് കുറച്ച് ഭക്ഷണം തരൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ മുന്നിൽ പോയി കൈ നീട്ടുകയാണ്. ക്രിസ്തു നമ്മൾക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹം, അല്ലെങ്കിൽ നമുക്ക് നേടിത്തന്ന വലിയൊരു അവകാശം എന്ന് പറയുന്നത് സ്വർഗീയ പിതാവിനെ നമ്മളുടെ എല്ലാവരുടെയും അപ്പനാക്കി നമുക്ക് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ പിതാവിൻ്റെ, യേശു പഠിപ്പിച്ച പ്രാർത്ഥന എന്ന് പറയുന്നതാണ്, നിങ്ങൾ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുക. നിങ്ങളുടെ പിതാവാണ് അദ്ദേഹം, നിങ്ങൾ അവിടുത്തെ മക്കളാണ് എന്ന് നമ്മൾ ഓരോരുത്തരോടും പറഞ്ഞ് മനസ്സിലാക്കുകയാണ് യേശു ചെയ്തത്. യേശു പഠിപ്പിക്കുന്ന പ്രാർത്ഥനയിൽ ഇങ്ങനെ തുടങ്ങുകയാണ്, അല്ലേ? സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥന ചൊല്ലുന്നത്. അപ്പോൾ ആ പ്രാർത്ഥന വെറുതെ ചൊല്ലാനായിട്ട് എല്ലാവർക്കും പറ്റുമല്ലേ? പക്ഷേ അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് എൻ്റെ പിതാവ്, എൻ്റെ അപ്പൻ, എൻ്റെ അപ്പനുമായിട്ടുള്ള എൻ്റെ ബന്ധം, എൻ്റെ അപ്പനുമായിട്ടുള്ള എൻ്റെ സ്നേഹം, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ വന്നുകൊണ്ട് നമുക്ക് ആ പ്രാർത്ഥന ചെല്ലാനായിട്ട് കഴിയും. അപ്പോൾ ആ ഒരു ബന്ധമാണ് നമ്മുടെ ക്രൈസ്തവ ആത്മീയതയുടെ അടിത്തറ. ക്രിസ്തുവുമായിട്ട് നമുക്ക് അതുപോലത്തുള്ള ഒരു ബന്ധമാണ്, അല്ലേ? സ്വന്തം സഹോദരൻ എന്ന് ക്രിസ്തു നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരല്ല, എൻ്റെ സഹോദരന്മാരാണ്, അല്ലേ? അപ്പോൾ ക്രിസ്തുവിനെ സഹോദരനായിട്ടും മൂത്തൊരു ചേട്ടനെ പോലെ നമുക്ക് കാണാൻ പോലെ സ്വർഗസ്നായ പിതാവിന് അപ്പനായിട്ടും കരുതുന്ന ഒരു വലിയൊരു സ്നേഹബന്ധം, ഒരു സ്നേഹ വീട്ടിലേക്കാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കേണ്ടത്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ പല പ്രശ്നങ്ങളുടെയും നമ്മുടെ കാരണം, അല്ലേ? പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകുന്നു, ദൈവത്തിലുള്ള ആശ്രയബോധങ്ങൾ പോകുന്നു, അല്ലേ? ഇന്ന് ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ കാലഘട്ടത്തിലേക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ മറവിയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ കഴിഞ്ഞ കാലഘട്ടത്തിലേക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ജനറേഷനിലുള്ളവർ അനുഭവിച്ച കുറേ ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. ഒരു പ്രളയം കഴിഞ്ഞപ്പോൾ പ്രളയത്തിൻ്റെ വെള്ളം ഓരോ ദിവസവും മുകളിലോട്ട് വന്നുകൊണ്ട് നമ്മുടെ കഴുത്തോളം എത്തിയപ്പോൾ നമ്മളെല്ലാവരും ഒരു ആരും രക്ഷിക്കാനില്ല എന്നുള്ള സിറ്റുവേഷൻ, ഒരു ശാസ്ത്രീയ മാർഗങ്ങൾ കൊണ്ട് നമ്മളെ ഇതിൽ നിന്നും കരകയറ്റാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷനൊക്കെ വന്നപ്പോൾ പലരും ദൈവത്തെ വിളിച്ചു, ദൈവത്തെ പറ്റി ഓർത്തു. അന്ന് നമുക്ക് സമയമുണ്ടായിരുന്നല്ലേ? ഇന്ന് പലർക്കും സമയമില്ല ദൈവത്തോട് സംസാരിക്കാനോ, ദൈവം എന്താണ് പറയുന്നത് കേൾക്കാനോ, ദൈവത്തെ തേടാനോ സമയമില്ല. പക്ഷെ അന്ന് നമ്മുടെ ഈ സമയം അപഹരിക്കുന്നത് നമ്മുടെ എന്തൊക്കെയാണ്? നമ്മുടെ ജോലിയിലെ വ്യഗ്രത. എനിക്ക് പൈസ ഉണ്ടാക്കി കഴിഞ്ഞാലാണ് എനിക്ക് ജീവിക്കാൻ പറ്റുക എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ ജോലി വളരെ കൂടുതൽ ചെയ്യുന്നു. ജോലിയിലെ വ്യഗ്രത, അതുപോലെ തന്നെ നമ്മുടെ പല എൻ്റർടൈൻമെൻറ്റ്സുകൾ, നമുക്ക് മാനസിക സന്തോഷത്തിന് വേണ്ടി നമ്മൾ ആശ്രയിക്കുകയാണ് പലതിനും, അല്ലേ? നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ പല ടെൻഷൻസ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും സന്തോഷമില്ലാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ റിയലായിട്ട് സന്തോഷം കിട്ടുന്ന ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ മാറി നിന്നുകൊണ്ട് ഈ ഉള്ളിൽ കിട്ടാത്ത സന്തോഷം അത് എങ്ങനെയെങ്കിലും കിട്ടുന്നതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മൾ ആശ്രയിക്കുക പോകാറുണ്ട്. പലരും, ഞാനടക്കം സോഷ്യൽ മീഡിയയിൽ പരതുന്നത് പലതും നമ്മുടെ മനസ്സിന് ഒരു റിലാക്സേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, ഒരു സന്തോഷം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ വ്യഗ്രത നമ്മുടെ ജീവിതത്തിൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട്, പിന്നെ അനാവശ്യമായിട്ടുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ സമയം ചെലവഴിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ജീവിതത്തിൽ. പെട്ടെന്ന് ഒരു പ്രളയവും സംഭവം വന്നപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, വൈദ്യുതി ഇല്ല, സോഷ്യൽ മീഡിയ നോക്കാനായിട്ട് മൊബൈൽ ഫോൺ വർക്ക് ചെയ്യുന്നില്ല, ഇൻ്റർനെറ്റ് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഈ സമയം നമ്മൾ പലരും ഓർത്തിട്ടുണ്ടാവും ദൈവത്തെ, ഒന്നും ചെയ്യാനില്ല, അല്ലേ? അപ്പോൾ ഈ സമയത്ത് ദൈവത്തെ പ്രാർത്ഥിക്കാൻ, ദൈവത്തിലേക്ക് വരാമെന്നൊക്കെയുള്ള പല ചിന്തകളും പലരുടെ മനസ്സിൽ കൂടെ പോയിട്ടുണ്ടായിരിക്കാം ആ സമയത്ത്. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞ് വെള്ളം താഴ്ന്നു, എല്ലാം നോർമലായി. അപ്പോൾ ഈ ജനം പതിയെ ഈ കാര്യങ്ങളൊക്കെ മറക്കാൻ തുടങ്ങിയല്ലേ? എൻ്റെ നാളെയും ഇതുപോലെ തന്നെയായിരിക്കും, എനിക്കൊരു കുഴപ്പവും സംഭവിക്കുകയില്ല, അല്ലേ? ഇന്ന് മനുഷ്യൻ്റെ ചിന്ത എന്താണ്?
ഈ ഭൂമി ഇത്രയും നാളുണ്ടായിരുന്നു, ഇതുപോലെ തന്നെ നാളെയും ഉണ്ടാവും. ഇതുപോലെ തന്നെ നാളെ നേരം വെളുക്കും, ഇന്ന് കുഴപ്പമില്ല, നാളെയും നമുക്ക് അടിച്ചു പൊളിക്കാം അല്ലേ. ഇന്ന് കുറച്ച് നമുക്ക് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെ കൂടുതലായിട്ട് നേടാം. കാരണം നാളെയും ഈ ഭൂമി നേരം വെളുക്കും, ഈ ഭൂമി ഇതുപോലെ തന്നെ ഉണ്ടാവും. എൻ്റെ ശാസ്ത്രം എൻ്റെ കൂടെയുണ്ട്, എനിക്ക് വേണ്ടത്ര കാര്യങ്ങളൊക്കെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്, ഇതെന്നെ നയിക്കും, എനിക്ക് വേണ്ടത്ര കാര്യങ്ങളൊക്കെ നേടാൻ കഴിയും എന്നുള്ള അബദ്ധമായ ധാരണയാണ് ഓരോ മനുഷ്യനെയും പല കാര്യങ്ങളും മറന്നുകൊണ്ട് ജീവിക്കാനായിട്ട് ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു ബോധമുള്ള ഒരു മനുഷ്യൻ, ഞാൻ ചോദിക്കുകയാണ്, ഇത്രയും പഠിച്ച പല ആളുകളും ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഈ ഭൂമി ഉണ്ടായതെന്ന് ശാസ്ത്രം പറയുന്നത് എത്ര ബില്യൺ വർഷങ്ങൾ കൊണ്ടാണെന്ന് നമുക്കറിയാം. അങ്ങനെ ശാസ്ത്രം പറയുന്ന ഒരു കണക്കുണ്ട്. അതിൽ മനുഷ്യൻ എത്ര നാൾ മുതലാണ് ഉണ്ടായി തുടങ്ങിയത്? ചിലപ്പോൾ 1,00,000 വർഷമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കണക്കെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ മനുഷ്യൻ്റെ ബുദ്ധിയും എല്ലാം പ്രോപ്പറായിട്ട് വികസിച്ചുകൊണ്ട് ഒരു ജീവിതം മനുഷ്യൻ ആരംഭിച്ച് ചിലപ്പോൾ ഒരു 5,000-6,000 വർഷങ്ങൾ മാത്രമായിരിക്കുള്ളൂ. അപ്പോൾ ഇത്രയും കാലമാണ് മനുഷ്യൻ ഇപ്പോൾ ജീവിച്ചത്. അതിലിപ്പോൾ അറിയുന്ന ഒരു ചരിത്രം എന്ന് പറയുന്ന രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ചരിത്രവും ഇതുപോലുള്ള കണ്ടുപിടുത്തങ്ങളുണ്ടായി മനുഷ്യൻ കുറേയും കൂടി അഡ്വാൻസ് ലെവലിലേക്ക് വന്നത് ഏകദേശം ഒരു 300-400 വർഷങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ 500 വർഷങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത്രയും കാലം മനുഷ്യൻ ജീവിച്ചത് കൊണ്ട് 500 വർഷം കൊണ്ട് തന്നെ മനുഷ്യൻ ഇപ്പോൾ ഭയങ്കര കോൺഫിഡൻ്റായി അല്ലേ. ഞാൻ അടുത്ത നാളെയും ഇതുപോലെ തന്നെയായിരിക്കും, എനിക്കെല്ലാം കഴിയുമെന്നുള്ളത്. പക്ഷേ നമുക്കറിയാം നമ്മുടെ ഈ ആയുസ് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ ആയുസായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ വളരെ ചുരുക്കമുള്ളൂ. അല്ലെങ്കിൽ മനുഷ്യൻ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ ടൈമായിട്ട് നോക്കുമ്പോൾ വളരെ ചെറിയൊരു ടൈം മാത്രമേ മനുഷ്യൻ ഇങ്ങനെ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സമയം വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ പ്രപഞ്ചത്തെ നമുക്ക് വിശ്വസിക്കാം? നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ പ്രപഞ്ചത്തെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും? നിങ്ങളുടെ ഭൂമിയെ നാളെ ഇതുപോലെ തന്നെ ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നമ്മുടെ ഈ ഭൂമിയെ പറ്റിയുള്ള ഈ പരിണാമത്തെ പറ്റിയൊക്കെ ശാസ്ത്രം പറയുമ്പോൾ പലപ്പോഴും പറയാറുണ്ട്, ഒരു ചില പീരീഡിൽ ഭൂമി റീസെറ്റ് ചെയ്യുന്ന ഒരു പ്രതിഭാസം കാണാറുണ്ട് അല്ലേ. ഒരു കാലഘട്ടം എത്തുമ്പോൾ ഭൂമിയിലെ പല രീതിയിൽ പ്രതിഭാസങ്ങൾ കൊണ്ട് ഭൂമി തന്നെ തൻ്റെ ഘടനയിലൊക്കെ മാറ്റം വരുത്തുന്നു. ഒരു പുതിയ ഭൂമി പോലെ അത് വീണ്ടും രൂപാന്തരപ്പെടുന്നുള്ള സിറ്റുവേഷൻസൊക്കെ നമ്മുടെ പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ദിനോസറിൻ്റെ ജീവിത കാലഘട്ടം ഒരു സമയത്തിൽ തീർന്നതും, ഐസ് ഏജ്, അങ്ങനെ കുറേ കാലഘട്ടം നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നമുക്കറിയില്ല ഈ ഭൂമി എപ്പോൾ അവസാനിക്കുമെന്നോ എപ്പോൾ ഇത് മാറുമെന്നൊന്നും നമുക്കറിയില്ല. അതുപോലെ തന്നെ നമ്മുടെ സുരക്ഷിതത്വം എന്താണ്? നമ്മുടെ ഭൂമിയുടെ സുരക്ഷിതത്വം നമ്മൾ ഒരു സാധാരണ ഒരു വ്യക്തി ഒന്ന് ചിന്തിച്ച് നോക്കി, ഈ ഭൂമി എവിടെയാണ് താങ്ങി നിൽക്കുന്നത്? ഇതിനൊരു താങ്ങൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഇത് ഏതോ ഒരു ശക്തിയുടെ ബലത്തിൽ നിൽക്കുകയാണ് അല്ലേ. പലരും ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്നുള്ള രീതിയിൽ മനുഷ്യൻ പേരിട്ട് വിളിക്കുന്നെങ്കിലും യഥാർത്ഥത്തിൽ എന്താണെന്നൊന്നും നമുക്കറിയില്ല. എന്ത് ഫോഴ്സിലാണ് ഈ ഭൂമി നിൽക്കുന്നതെന്നും ഇതിൻ്റെ അടുത്തേക്ക് വേറെ ഒന്നും വന്ന് ഇടിക്കാതിരിക്കുന്നതും എന്തുകൊണ്ടാണ് ഈ മിനിമം ടെമ്പറേച്ചർക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതെന്നും നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെയൊന്നും അറിവില്ലാത്ത മനുഷ്യൻ നാളെ ഈ ഭൂമിയെപ്പറ്റി എന്ത് വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്? നാളെ ഇതുണ്ടാവുമെന്നൊന്നും നമുക്കറിയില്ല അല്ലേ. അപ്പോൾ ഞാൻ പറയുന്നതാണ്, നമ്മുടെ ആരുടെയും കോൺഫിഡൻസ് കളഞ്ഞുകൊണ്ട് ഈ ഭൂമിയെപ്പറ്റി ഓരോ ദിവസവും പേടിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതല്ല. നമുക്കറിയാത്ത കുറേ കാര്യങ്ങളുണ്ടെന്ന് നമ്മളെല്ലാവരും അംഗീകരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. മനുഷ്യൻ ഈ ലോകത്തിൽ പ്രധാനനല്ല. മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സൃഷ്ടിയാണ് അല്ലേ, ഒരു ക്രീച്ചർ. നമ്മളൊക്കെ ഒരു ക്രീച്ചറാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതല്ല എല്ലാ കാര്യങ്ങളും എന്നുള്ള ബോധ്യമാണ് ആദ്യം വേണ്ടത് അല്ലേ. പിന്നെ എന്തുകൊണ്ട് മനുഷ്യന് ഇതൊക്കെ ചിന്തിക്കാൻ കഴിയുന്നു? മറ്റു മൃഗങ്ങൾക്കോ മറ്റു ജീവജാലങ്ങൾക്കോ ഇല്ലാതെ മനുഷ്യൻ എന്തുകൊണ്ട് ഇതൊക്കെ ചിന്തിക്കുന്നു, എന്തുകൊണ്ട് ഇതൊക്കെ സംസാരിക്കുന്നു എന്നുള്ളതിനെ പറ്റി നമ്മൾ ചിന്തിക്കണം. നമുക്ക് എന്തുകൊണ്ടാണ് മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്നും എന്താണ് പ്രത്യേകത എനിക്കുള്ളത്? എന്തുകൊണ്ടാണ് ഞാനിതൊക്കെ പറ്റി ചിന്തിക്കുന്നത്? അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് നമ്മളെ തന്നെ ഒരു രീതിയിൽ വെക്കണം അല്ലേ.
അതായത് നമ്മൾ നമ്മുടെ മനസ്സിനിങ്ങനെ അടച്ചു വെക്കരുത് അല്ലേ. എനിക്ക് എല്ലാം അറിയാം, എനിക്കെല്ലാം എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ കൈപ്പിടിയിലെല്ലാം ഒതുങ്ങും, എനിക്ക് നാളെ ഉണ്ട് എന്നുള്ള രീതിയിലല്ല. എപ്പോഴും എനിക്ക് എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. ഞാൻ അത്രയധികം ഫ്രജൈലായിട്ടുള്ള ഒരു ജീവിയാണ് ഈ ലോകത്ത്. ഞാൻ ജനിച്ച് വന്ന ഈ പ്രപഞ്ചത്തെപ്പറ്റി എനിക്കൊന്നും അറിയില്ല, ഭൂമിയെപ്പറ്റി എനിക്കൊന്നും അറിയില്ല, എൻ്റെ അറിവുകളൊക്കെ വളരെ പരിമിതമാണ് എന്നുള്ള ബോധ്യം ഉള്ളിലുണ്ടായിരിക്കുകയും അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം എന്തായിരിക്കും എന്നൊക്കെയുള്ള ചിന്ത ഉള്ള ആളുകളാണ് ശരിക്കും പറഞ്ഞ ഒരു പാകതയുള്ള, അല്ലെങ്കിൽ ബൈബിളിൽ പറയുന്ന പോലെ വിത്ത് മുളയ്ക്കാനായിട്ട്, വചനത്തിൻ്റെ വിത്ത് മുളയ്ക്കാനായിട്ട് പക്വമായിട്ടുള്ള ഒരു ഭൂമിയുള്ള മനുഷ്യർ, മനസ്സുള്ള മനുഷ്യർ. അങ്ങനെയുള്ള മനുഷ്യരാണ് തുറവിയിൽ കൂടെ പല കാര്യങ്ങളും കേൾക്കാനായിട്ട് താല്പര്യപ്പെടുള്ളൂ അല്ലേ. ദൈവത്തെപ്പറ്റി ഒരാൾ പറയുമ്പോൾ അതെന്താണെന്ന് അന്വേഷിക്കാനായിട്ട് താല്പര്യം ഉണ്ടാവും. അല്ലെങ്കിൽ പലരും പല രീതിയിൽ ദൈവത്തെപ്പറ്റി പറയാറുണ്ട്. അപ്പോൾ ഓരോന്നും കേൾക്കാനായിട്ട് തയ്യാറാവും, അത് പരീക്ഷിച്ച് നോക്കാനായിട്ട്, പഠിച്ചു നോക്കാനായിട്ട് തയ്യാറാവും. അപ്പോൾ അങ്ങനെ മനസ്സുള്ളവർക്കൊക്കെ ദൈവത്തെ കണ്ടെത്താനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാരണങ്ങൾ കണ്ടെത്താനോ അവർക്ക് സാധിക്കും. അല്ലാത്തവർ ഇതൊക്കെ മറന്നുകൊണ്ട് എല്ലാത്തിനെ പറ്റി മറവി അല്ലേ. ഒന്നിനെ പറ്റി നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഓർക്കാനായിട്ട്. നാളെ മരിക്കുമെന്ന് നമ്മൾക്ക് ഓർക്കാനായിട്ട് താല്പര്യമില്ല അല്ലേ. നമ്മുടെ ചിന്തിച്ച് നോക്കും, നമ്മൾ എത്ര ദിവസം ഈ ഭൂമിയിൽ ജീവിക്കുമെന്ന് നമുക്കൊരു ഉറപ്പില്ല. പിന്നെ എന്ത് കോൺഫിഡൻസിലാണ് നമ്മൾ ഓരോ ദിവസം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ ഈ സമ്പാദിച്ചു വെച്ച പൈസ നാളെ അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് ഉറപ്പുണ്ടോ? ആരെങ്കിലും എഴുതി തരാൻ പറ്റുമോ നീ ഇത്രയും കാലം ഈ ഭൂമിയിൽ ജീവിക്കുമെന്ന്? ആർക്കും സാധിക്കില്ല. നമ്മുടെ എത്ര ഹെൽത്ത് ശരിയാക്കി വെച്ചാൽ തന്നെയും ആ ഹെൽത്ത് എന്നുള്ള കാരണം കൊണ്ടല്ലാതെ വേറെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് മരണം സംഭവിക്കാം. അപ്പോൾ നമ്മൾ ഈ സമ്പാദിച്ചു വയ്ക്കുന്നതും ഇതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെയും ഓരോ മറവികളാണ്. നമുക്ക് എന്തൊക്കെയോ ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഈ ഞാനുണ്ടാക്കി വെച്ച ലോകം കൊണ്ട് എനിക്ക് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്നൊക്കെയുള്ള നമ്മുടെ മിഥ്യാധാരണകളാണ് ഇതൊക്കെ. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ദൈവവുമായിട്ട്, നിങ്ങളൊരു ദൈവത്തെ കണ്ടെത്തുകയാണെങ്കിൽ, ഇതിൻ്റെ കാരണത്തെ കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾക്കത് ബോധ്യമാവും. അപ്പോൾ ഞാൻ ഈ ഒരു വാക്കുകൊണ്ട് നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ വിശ്വാസത്തെ പറ്റിയോ അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തെ പറ്റിയോ ഒന്നും പറയാനായിട്ട് സാധിക്കില്ല. ക്രിസ്തുവിനെ പറ്റി അറിയണമെങ്കിൽ ക്രിസ്തുവിനെ നിങ്ങൾ തേടണം, ക്രിസ്തുവിനെ പറ്റി അറിയണം. അതുപോലെ തന്നെ ഏത് മതങ്ങളാണോ മറ്റു മതങ്ങളെ പറ്റി നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കണം. അതിലെന്താണ് പറയുന്നത്, എന്താണ് അവർ അവതരിപ്പിക്കുന്ന ദൈവം എന്താണ്, ക്രിസ്ത്യാനി അവതരിപ്പിക്കുന്ന ദൈവം എന്താണ് അതിൻ്റെ പിറകിലുള്ള കാര്യങ്ങളതിനെ പറ്റി നമ്മൾ ചിന്തിച്ച് നോക്കണം. അപ്പോൾ അങ്ങനെ ഒരു അന്വേഷണമുള്ളൊരു മനുഷ്യൻ, അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന് മുന്നിൽ ദൈവമുണ്ടെങ്കിൽ ദൈവം അവന് വെളിപ്പെടുത്തും അല്ലേ. ആരാണോ ഇതിനു വേണ്ടി, ജ്ഞാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നത്, അവൻ്റെ മുന്നിൽ ദൈവം ആ ജ്ഞാനം വെളിപ്പെടുത്തും. അങ്ങനെയുള്ള മനസ്സുള്ളവരുണ്ടായാൽ മതി. അപ്പോൾ ഞാൻ തിരിച്ച് ബൈബിളിലേക്ക് തന്നെ വരികയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ പരിപൂർണമായിട്ട് സ്വീകരിച്ചുകൊണ്ട് ദൈവവുമായിട്ടൊരു ബന്ധം, ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു വ്യക്തി, ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുമെങ്കിൽ അവൻ ഒരു ബന്ധത്തിൽ ഉള്ളവനാണ്. അവൻ്റെ ഒരു അപ്പനുണ്ട്, അവനൊരു സഹോദരനുണ്ട്, അവൻ്റെ കൂടെ കുറേ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവനെ കുറേ ബന്ധുക്കാരുണ്ട് ക്രിസ്ത്യാനിക്ക്. ഒന്ന് ഒരു കത്തോലിക്കനായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ അവൻ ഓരോ ദിവസവും ക്രിസ്തുവിൻ്റെ രക്തത്തിൽ പങ്കുചേരുന്ന വ്യക്തിയാണ്, ക്രിസ്തുവിൻ്റെയുമായിട്ടുള്ളൊരു രക്തബന്ധം. അപ്പോൾ എല്ലാ ക്രിസ്ത്യാനികളും അവർക്ക് രക്തബന്ധമുള്ളവരാണ്. ഒന്ന്. രണ്ടാമത് പിതാവായ ദൈവമുണ്ട്, പുത്രനായിട്ടുള്ള ജ്യേഷ്ഠനായിട്ടുള്ള യേശു ക്രിസ്തു ഉണ്ട്, കൂടെ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആത്മാവായ ദൈവമായ പരിശുദ്ധ ആത്മാവ് അവൻ്റെ കൂടെയുണ്ട്. അവന് ഗൈഡ് ലൈൻസും അവൻ എന്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് മരിച്ചുപോയ കുറേ വിശുദ്ധന്മാരായിട്ടുള്ള ആത്മാക്കൾ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ട്. സ്വർഗത്തിലെ മാലാഖമാരുടെ വൃന്ദങ്ങളുണ്ട്, പല രീതിയിലുള്ള അധികാരങ്ങൾ വഹിക്കുന്ന വ്യക്തികളുണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവന് ഒറ്റപ്പെടാനായിട്ട് സാധിക്കില്ല. അവൻ എല്ലാ കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യാനായിട്ട്. നമുക്കറിയാം, നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷവാരാകുന്നത് ചിലപ്പോൾ ഏറ്റവും നമ്മളുമായിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ നമ്മളോടൊപ്പം താമസിക്കുമ്പോഴാണ് അല്ലേ. നമ്മൾ ചിലപ്പോൾ വീട്ടിലായിരിക്കാം, വീട്ടിൽ നമുക്കറിയാം അപ്പനും അമ്മയും നമ്മുടെ സഹോദരങ്ങളും
കൂട്ടുകാരും എല്ലാവരും കൂടി ഒരുമിച്ച് നമ്മൾ ഒരു സെലിബ്രേഷനിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആനന്ദമാണ് ഇപ്പോൾ കത്തോലിക്ക സഭയിൽ നമ്മൾ അംഗമായിട്ട് ജീവിക്കുമ്പോഴും നമുക്കുണ്ടാവേണ്ടത് അല്ലേ. നമ്മുടെ കൂടെ എപ്പോഴും അപ്പനുണ്ട്, ജ്യേഷ്ഠനുണ്ട്, സഹോദരങ്ങളുണ്ട്, കൂട്ടുകാരുണ്ട്. ഇവർ നമുക്കുള്ള ഓരോ ദിവസവും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു, നമ്മുടെ കൂടെ ഉണ്ടാകുന്നു, നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നു, നമുക്ക് അഡ്വൈസ് തരുന്നു, നമ്മളെ സ്നേഹിക്കാനായിട്ടുണ്ടാകുന്നു, നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മേടിച്ച് തരുന്നു, ഗിഫ്റ്റുകൾ തരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നത് യഥാർത്ഥത്തിൽ കത്തോലിക്ക സഭയിലും അതുപോലെ തന്നെ അങ്ങനെ ജീവിക്കുമ്പോഴാണ്. അപ്പോൾ കത്തോലിക്ക സഭയിൽ കത്തോലിക്കനാണെന്ന് പറഞ്ഞാലും ക്രിസ്ത്യാനിയാണെന്നുള്ള പേര് കുത്തി ചാപ്പയുള്ളവരല്ല ഞാൻ പറയുന്നത്. യഥാർത്ഥത്തിൽ കത്തോലിക്കനായിട്ട് ജീവിക്കുന്നവൻ, യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അനുകരിക്കുന്നവൻ, ക്രിസ്തുവിനെ അറിഞ്ഞിട്ടുള്ളവൻ, ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുള്ളവന് ഒരിക്കലും ഒരു ഡിപ്രഷനിലൂടെയോ അല്ലെങ്കിൽ ഒരു വേദനയിൽ കൂടെ അവന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. എല്ലാത്തിനും അവൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ദൈവമുണ്ടാവും, അവനെ സഹോദരങ്ങളെ ആശ്വസിപ്പിക്കാനായിട്ടുണ്ടാവാം, അവന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നൽകാനായിട്ട്, അവനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ പേരുണ്ടാവാം. അപ്പം അങ്ങനെയുള്ളവന് ഒരിക്കലും വിഷമിച്ച് ജീവിക്കാനായിട്ട് സാധിക്കില്ല. അവൻ്റെ ജീവിതം എപ്പോഴും ഒരു കുടുംബത്തിൽ, കൂട്ടുകുടുംബത്തിൽ എന്നുള്ള പോലെ സന്തോഷഭരിതമായിരിക്കും അവൻ്റെ ജീവിതം. അപ്പോൾ ആ ഒരു ജീവിതം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ നേരുകയാണ്, ആശംസിക്കുകയാണ്. വെൽക്കം ടു കോമൺ സെൻസ്.